വളരെ വേദനയോടെയാണ്. ഫലസ്തീൻ യുദ്ധഭൂമിയിലെ നിരപരാധികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ്. അതിന് എനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാ പ്രഭാതവും പക്ഷികളുടെ ശബ്ദവും കൂട്ടുകാരുടെ ചിരിയും കേട്ടാണല്ലോ ഉണരുന്നത്. എന്നാൽ ഫലസ്തീനിലെ മക്കൾക്ക് അത് സാധ്യമല്ല. അവർ ഉണരുന്നത് ബോംബുകളുടെയും വെടിയുണ്ടകളുടെയും ശബ്ദം കേട്ടാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് ഫലസ്തീൻ. ഫലസ്തീൻ അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ ഇറങ്ങിയ നാടാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ ജന്മഭൂമിയുമാണ്. മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബ്ലയുമാണ് ഫലസ്തീൻ. ഇതിനൊക്കെ പുറമെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. നിങ്ങളുടെ സഹോദരൻ അവിടെ കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ സന്തോഷിക്കാനാകുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മല്ലം യഹ്തം ബിഅംരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ഹിസാബിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉറപ്പായും മറുപടി പറയേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ, ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. എന്നാൽ ഇന്ന് ഫലസ്തീനിലെ ചെറിയ മക്കൾക്ക് പോലും കരുണ ലഭിക്കുന്നില്ല. സ്നേഹത്തിനും സംരക്ഷണത്തിനും പകരം പേടിയും ദുഃഖമാണ് അവർ അനുഭവിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ച് ഇതിനെല്ലാം തുടക്കം 1948 ഇസ്രായേലുകാരുടെ രൂപീകരണത്തോടു കൂടെയാണ്. അന്നാണ് ഫലസ്തീൻ പോരാട്ടം തുടങ്ങിയത്. ഫലസ്തീനിലെ ജനങ്ങൾ അവർ വസിക്കുന്ന ഭൂമിയിലെ അവകാശങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി പോരാടി. ഇന്ന് ആ പ്രദേശങ്ങളിൽ സൈനികരെയും ഭീഷണിയിലായ ജനങ്ങളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുട്ടികളടക്കം നിരവധി നിരപരാധികൾ പോലും അവരുടെ വീട്ടിൽ പോലും സുരക്ഷിതരല്ല. ഫലസ്തീൻ എന്നത് ഒരു ജനതയുടെയോ ഒരു ദേശത്തിന്റെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെയും ഭാഗമാണ്, മനുഷ്യാവകാശങ്ങളുടെയും ഭാഗമാണ്. അല്ലാഹുവേ, ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് നീ സമാധാനം നൽകണേ. ഞങ്ങളുടെ സഹോദരന്മാർ നേരിടുന്ന പ്രയാസങ്ങൾ നീ ഉയർത്തണേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next call letter C.